ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തെക്കുറിച്ചാണ്. മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ആരംഭിച്ചത് 1991-92 ഈ പുരസ്കാരം മുൻപ് അറിയപ്പെട്ടിരുന്ന പേര് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം എന്നായിരുന്നു. 2021 ഓഗസ്റ്റ് 15 രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം എന്നുള്ള പേര് മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം എന്നാക്കി മാറ്റിയത്. 25 ലക്ഷം രൂപയാണ് ഈ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തി വിശ്വനാഥൻ ആനന്ദ്. 91-92 വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യനായ ആദ്യത്തെ ഏഷ്യക്കാരൻ എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ സ്വദേശം തമിഴ്നാട്. അതുകൊണ്ട് തന്നെയാണ് സ്കൂൾ പാഠ്യപദ്ധതിയിൽ ചെസ് ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമെന്ന് അറിയപ്പെടുന്നു തമിഴ്നാട്ടിനെ. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ കായിക പുരസ്കാരമായ ഖേൽ രത്ന പുരസ്കാരം, ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം 91-92 ലഭിച്ച ആദ്യ വ്യക്തി വിശ്വനാഥൻ ആനന്ദ്. എന്നാൽ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ വനിത കർണാം മല്ലേശ്വരി. ലഭിച്ച വർഷം 1994-95. ഇവരുടെ ഐറ്റം ഭാരദ്വഹനം. സ്വദേശം ആന്ധ്രാപ്രദേശ്. എന്നാൽ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി KM ബീനാമോൾ. 2002-2003 അത്ലറ്റിക്കാണ് ഐറ്റം. എന്നാൽ 2024 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയവർ 4. അതിലെ ഒരു പുരസ്കാര ജേതാവ് D ഗുകേഷ്. നിലവിലെ ലോക ചെസ് ചാമ്പ്യൻ കൂടിയാണ് അദ്ദേഹം. ഇനി 24 ഖേൽ രത്ന പുരസ്കാരം എന്നറിയപ്പെടുന്ന ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ രണ്ടാമത് കായിക താരം ഹർമൻപ്രീത് സിംഗ്. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഹർമൻപ്രീത് സിംഗ്. ഇനി 2024 ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ മൂന്നാമത്തെ കായിക താരം മനു ബാക്കർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഷൂട്ടിങ്ങിൽ ബ്രോൺസ് മെഡൽ, 2 ബ്രോൺസ് മെഡൽ നേടിയ കായിക താരം കൂടിയാണ്. ഷൂട്ടിങ്ങിൽ 2 ബ്രോൺസ് മെഡൽ നേടിയ കായിക താരം ആണ് മനു ബാക്കർ. ഇനി 2024 മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ 4ാമത് വ്യക്തി പ്രവീൺ കുമാർ. ഇന്ത്യയുടെ പാരാ അത്ലറ്റിക് താരം കൂടിയാണ് പ്രവീൺ കുമാർ. താങ്ക് യു.